ഇന്ന് ഞാനും ചേട്ടനും കൂടിയാണ് ആദ്യം വിളിക്കാൻ സ്കൂളിൽ പോകുന്നത്. അപ്പോൾ അതിന് മുന്നേ കുഞ്ഞ് ഷോപ്പിംഗ് ഉണ്ട്. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ നെടുമങ്ങാട് പാലസിലാണ് വന്നത്. അപ്പോൾ ഇവിടെ ഇപ്പം നല്ല സാധനങ്ങളൊക്കെ വരുന്നതുകൊണ്ട് തന്നെ ഞങ്ങളിപ്പോൾ ഇവിടെ നിന്നാണ് മിക്ക സാധനങ്ങളും വാങ്ങണത്. അപ്പോൾ 2 ബെഡ്ഷീറ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ ഞങ്ങൾ ഉദ്ദേശിച്ച ബെഡ്ഷീറ്റ് സ്റ്റോക്ക് തീർന്നു പോയേട്ടാ. പിന്നെ ഞങ്ങൾക്ക് അത്ര ക്ഷമയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അവിടെ ഉള്ളതിൽ തന്നെ നല്ല 2 അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള 2 ബെഡ്ഷീറ്റ് വാങ്ങി. പിന്നെ അവിടെ നിന്ന് ചേട്ടൻ ഇപ്പോൾ സ്ഥിരം ഇവിടെ നിന്നാണ് ചെരുപ്പ് വാങ്ങിക്കുന്നത്. നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് കൊണ്ട് തന്നെ ഇവിടുന്ന് ചെരുപ്പ് വാങ്ങിക്കുക. അങ്ങനെ ബില്ലടിക്കാൻ വേണ്ടി വന്നപ്പോഴത്തേക്ക് അവിടെ വാച്ച് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യക്ക് ഉണ്ടായിരുന്ന വാച്ചൊക്കെ അവൻ ചീത്താക്കി. അപ്പോൾ വിചാരിച്ചിട്ട് ഒരു വാച്ച് വാങ്ങിക്കുന്നത്. അങ്ങനെ എനിക്കും വാച്ചായിരുന്നേ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ കുന്നിൽ ഹൈപ്പർ മാർക്കറ്റിലോട്ടാണ് വന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് പായസം മിക്സും പപ്പടം സവാളയൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് അങ്ങനെ ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് അവിടെ ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആപ്പിളും സബജല്ലിയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ 40 രൂപയുള്ളൊരു പാക്കറ്റ്. പിന്നെ ഞങ്ങളത് എടുത്ത്. പിന്നെ ഞങ്ങൾ സ്ഥിരം വെട്ടുമലക്കറിയാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ അതിൽ ഒരു 2-3 തക്കാളിയിലേ ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ തക്കാളിയൊക്കെ നമുക്ക് ദോശയിലൂടെ തക്കാളി ചമ്മന്തിയൊക്കെ ഉണ്ടാക്കാൻ ഇഷ്ടമായതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് എക്സ്ട്രാ തക്കാളി എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നല്ല തക്കാളി നോക്കി എടുക്കുകയാണ് കേട്ടോ. പിന്നെ പായസത്തിന് വേണ്ടിയിട്ട് പാൽ, പിന്നെ ചായയുടെ പാൽ ഞങ്ങൾ പായസത്തിന് വാങ്ങിക്കുന്നുണ്ട് തന്നെ ഓർമ്മിച്ച് എടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ എക്സ്ട്രാ 2 പാലും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇത്തിരി എക്സ്പയറി ഡേറ്റൊക്കെ നോക്കും കേട്ടോ. എല്ലാ സാധനത്തിനും നോക്കും. പാലിനൊക്കെ നോക്കണമെന്ന് വിചാരിച്ച് എനിക്ക് അറിഞ്ഞിട്ട്, പക്ഷെ ഞാൻ നോക്കും. പിന്നെ നാടൻ മുട്ട എടുക്കണം കേട്ടോ. നാടൻ മുട്ട കിട്ടാൻ ഇപ്പോൾ വലിയ പാടാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ കണ്ടപ്പോൾ എടുക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് തക്കാളിയൊക്കെ ബില്ലൊക്കെ അടിച്ച് എടുത്ത് പിന്നെ അവിടെ നിന്ന് നേരെ വന്ന് പായസം മിക്സ് നോക്കിയാണ്. അപ്പോൾ ഇൻസ്റ്റൻ്റായിട്ട് പായസം മിക്സ് കിട്ടണോണ്ട് തന്നെ ഇപ്പോൾ പായസം വയ്ക്കണമെന്ന് തോന്നിയാൽ നല്ല എളുപ്പമാണല്ലോ. അപ്പോൾ അങ്ങനെ വന്നിട്ട് പായസം മിക്സ് നോക്കി. അപ്പോൾ അവിടെ നോക്കിയപ്പോൾ പരിപ്പ് പായസം മിക്സൊക്കെ കണ്ടേട്ടാ. പിന്നെ എടുക്കാനൊരു എങ്ങനെയാണെന്ന് അറിയാഞ്ഞുകൂടാത്തതുകൊണ്ട് എടുക്കാനൊരു മടിയായിട്ട് വെർമിസെല്ലിയുടെയാണ് എടുത്തുകൊണ്ട് വന്നത്. പിന്നെ നേരെ ഇവിടെ ബില്ലടിക്കാൻ വേണ്ടി വന്ന്. അപ്പോൾ കൺസ്യൂമർ കാർഡിലാണ് ഞാൻ വാങ്ങിക്കുന്നത്. അപ്പോൾ അങ്ങനെ ബില്ലടിക്കാൻ വേണ്ടി വന്ന് നിന്നിട്ട് എല്ലാ സാധനങ്ങളൊക്കെ എടുത്തോ എന്നുള്ളതൊക്കെയാണ് നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ അത്യാവശ്യം എല്ലാം എടുത്ത് ഓർമ്മിച്ചു എന്നാണ് വിചാരിക്കുന്നത്. പിന്നെ അവിടെ നിന്ന് നേരെ ആദ്യം സ്കൂളിൽ വിളിക്കാൻ വേണ്ടി പോയി. അപ്പോൾ സ്ഥിരം വിളിക്കാൻ പോകുന്നതുകൊണ്ട് തന്നെ എല്ലാം അവിടെ സ്കൂളിൽ വിളിക്കാൻ വേണ്ടി വരുന്ന പിള്ളേർ കാണാം, സ്കൂൾ ബസ്സിൽ പോകാത്തവർ. അപ്പോൾ അവർക്കൊക്കെ അറിയാം കേട്ടോ. പിന്നെ അവിടെ നിന്ന് നേരെ പച്ചക്കറി വാങ്ങിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ ഈ തമിഴ്നാട്ടിൽ നിന്നുള്ളവരുടെ കടയാണ് കേട്ടോ ഇത്. അപ്പോൾ അവിടെ നിന്ന് തന്നെയാണ് ഞങ്ങളിപ്പോൾ സ്ഥിരം ഇവിടെ പച്ചക്കറി ഒരാഴ്ചയിൽ തിങ്കളാഴ്ച വന്നിട്ട് ഒരാഴ്ചത്തേക്കുള്ള പച്ചക്കറി വാങ്ങിക്കും കേട്ടോ. 100 രൂപയ്ക്ക് വെട്ടുമലക്കറി ഞങ്ങൾക്ക് 3 പേർക്കും ധാരാളമാണ്. അങ്ങനെ അവിടെ നിന്ന് വെട്ടുമലക്കറിക്ക് വാങ്ങിച്ചിട്ട് നേരെ വീട്ടിൽ വന്നിട്ട് വാച്ച് കൊടുത്തപ്പോൾ അവൻ്റെ എക്സ്പ്രഷനാണ് കേട്ടോ ഇത്. ഇതിപ്പോൾ കുറേ വാച്ചായി, പക്ഷേ അവനെല്ലാം ചീത്താക്കുമെങ്കിൽ വാച്ച് ഭയങ്കര ഇഷ്ടമാണ്. നേരത്തെ ഒരു ടച്ച് സ്ക്രീൻ വാച്ചാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ സമയം നോക്കാൻ വലിയ പാടില്ലല്ലോ. അപ്പോൾ ഇതിപ്പം മിനിറ്റ് സൂചിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അതെങ്ങനെ നോക്കണം എന്നൊക്കെ ഉള്ളതൊക്കെയാണ് ഞാൻ പറഞ്ഞു കൊടുത്തത് കേട്ടോ. അപ്പോൾ അവൻ എന്നെ പഠിപ്പിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ വാച്ചൊക്കെ